الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنكم لذائق العذاب الأليم وما تجزون إلا ما كنتم تعملون إلا عباد الله المخلصين صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകളായ നമുക്ക് ഈ ഭൗതിക ലോകത്ത് ഒരു നശ്വര ജീവിതം നൽകിയത് വിശാലമായ പാരത്രിക ലോകം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടിയാണ്. ഈ ഭൗതിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം എന്നോണം നന്മയെയും തിന്മയെയും തീരുമാനിക്കുകയും ആ നന്മയിലേക്കും തിന്മയിലേക്കും ആനയിക്കുന്ന ശക്തികളെ അല്ലാഹു നിശ്ചയിക്കുകയും ചെയ്തു. പ്രവാചകന്മാർ മനുഷ്യരെ നന്മയിലേക്ക് ആനയിക്കുകയും പ്രബോധകർ മനുഷ്യരെ നന്മയിലേക്ക് വിളിക്കുകയും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പിശാചുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുകയാണ്. പിശാചിന്റെ ദുശക്തി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ തിന്മയിലേക്ക് ആനയിക്കുകയും നന്മയിൽ നിന്ന് അവനെ പൂർണ്ണമായി മുക്തമാക്കി പാരത്രിക ലോകത്ത് അനശ്വരമായ പരാജയത്തിൽ അകപ്പെടുത്തുന്നതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നു. പിശാച് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ സാമീപ്യം നേടിയ വലിയ ഒരു ദാസനായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് നിർദ്ദേശിച്ചപ്പോൾ അന്ന് മലക്കുകളുടെ കൂട്ടത്തിലായിരുന്ന പിശാചിനോടും ആ നിർദ്ദേശം നൽകി. ഇബ്ലീസ് അല്ലാഹുവിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യുന്നതിന് പകരം അതിൽ നിന്ന് മാറി നിന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദർഭത്തിൽ പിശാചിനോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് നീ സുജൂദ് ചെയ്യാതെ മാറി നിന്നത്? പിശാച് പറഞ്ഞ കാരണം, അല്ലാഹുവേ, നീ എന്നെ തീയിനാലാണ് പടച്ചിരിക്കുന്നത്. മണ്ണ് കൊണ്ട് പടച്ച ആദമിന് എങ്ങനെയാണ് ഞാൻ സുജൂദ് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗ്ഗത്തിൽ നിന്ന് ആട്ടി പുറത്താക്കി. അല്ലാഹുവിനോട് അവൻ സമയം ആവശ്യപ്പെട്ടു. ഖിയാമത്ത് നാൾ വരെ നിനക്ക് ഭൂമിയിൽ ജീവിക്കാൻ അധികാരവും അവകാശവും ഉണ്ട് എന്ന് അല്ലാഹു
പിശാചിന് സമയം അനുവദിച്ചു കൊടുത്തു. ഈ സന്ദർഭത്തിൽ പിശാച് ചെയ്ത ഒരു പ്രതിജ്ഞയുണ്ട് അല്ലാഹുവിനോട്. ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദി വലഉഗ്വിയന്നഹും അജ്മഈൻ. അല്ലാഹുവേ, നീ എന്നെ എന്താണെങ്കിലും വഴികെടുത്തി. ഒരു അനശ്വരമായ പരാജയത്തിൽ ഞാൻ അകപ്പെട്ടിരിക്കുകയാണ്. അതിന് കാരണക്കാരൻ നീ നിർമ്മിച്ച ആദം നബി അലൈഹിസ്സലാം മനുഷ്യ സമൂഹമാണ്. അതുകൊണ്ട് നീ എന്നെ വഴികെടുത്തിയത് കൊണ്ട് അല്ലാഹുവേ, നീ എനിക്ക് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള അവകാശവും അധികാരവും നൽകി എന്ന നിലയിൽ തീർച്ചയായും മനുഷ്യന് ഭൂമിയിൽ തിന്മകൾ ഞാൻ അലങ്കാരമായി തോന്നിച്ചു കൊടുത്തു. മനുഷ്യന്റെ ഹൃദയത്തിൽ എപ്പോഴും പാപങ്ങൾ, അനിസ്ലാമികമായ കാര്യങ്ങൾ ഒരു വൈകാരികമായ തീഷ്ണതയോടെ അലങ്കാരമായി സമർപ്പിക്കൽ പൈശാചികതയാണ്. ലോകത്ത് ധാരാളം തിന്മകൾ, ആഭാസത്തരങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഹറാമായ ഭക്ഷണപാനീയങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ, മോശമായ വികാര വിചാരങ്ങൾ, ഇങ്ങനെ ലോകത്ത് നടക്കുന്ന മുഴുവൻ തിന്മകളും, മുഴുവൻ പാപങ്ങളും, മുഴുവൻ നേച്ചവൃത്തികളും പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ അലങ്കാരമാക്കി തോന്നിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ആധുനിക ജീവിതത്തിൽ മനുഷ്യൻ പാപങ്ങളെ ഒരു ഫാഷനായി കൊണ്ട് നടക്കുന്ന കാലമാണ്. യൂറോപ്പിൽ നിന്ന് പൗരസ്ത്യ രാജ്യങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ധാരാളം അനിസ്ലാമികമായ ജീവിതക്രമങ്ങളൊക്കെ തന്നെയും അതിന് പ്രത്യേകമായ ഒരു മോഡൽ, ഒരു ഫാഷൻ, ഒരു അലങ്കാരം നൽകപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് പൈശാചികതയാണ്. ഇക്കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ പാപങ്ങളോട് പ്രത്യേകമായ താല്പര്യവും ആ പാപങ്ങൾക്കൊരു പ്രത്യേകമായ അലങ്കാരവും സൗന്ദര്യവും നൽകുക എന്നത് പൈശാചികതയാണ്. അല്ലാഹുവിനോട് പിശാച് ചെയ്ത പ്രതിജ്ഞയാണ് ലഉസയ്യിനന്ന ലഹും ഫിൽ അർദി വലഉഗ്വിയന്നഹും അജ്മഈൻ. അവരിൽപ്പെട്ട എല്ലാവരെയും ഞാൻ വഴികെടുത്തുക തന്നെ ചെയ്യും. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന 800 കോടി മനുഷ്യരിൽ അധികം പേരും പിശാചിന്റെ നിയന്ത്രണത്തിലാണുള്ളത്. പിശാചിന്റെ പ്രേരണകൾക്ക് വശംവദരായിക്കൊണ്ട് തിന്മകൾ, വഴികേടുകൾ പ്രവർത്തിക്കുന്നവരാണ്. ലോകത്തുള്ള 200 കോടി മുസ്ലിമീങ്ങൾ, അവരിലധികം പേരും പാപങ്ങളിൽ മുങ്ങിത്തപ്പി കഴിയുകയാണ്. കുറഞ്ഞ ആൾക്കാരാണ് മുസ്ലിമീങ്ങളായിട്ടുള്ളത്. ആ മുസ്ലിമീങ്ങളിൽ നിന്ന് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് ഹൃദയത്തിലെ ഈമാനും ജീവിതത്തിലെ അമല് സാലിഹാത്തും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത്. എന്നാൽ പിശാച് പറയുകയുണ്ടായി, ഒരു ഭാഗം ആൾക്കാരെ എനിക്ക് വഴികെടുത്താൻ കഴിയില്ല. കാരണം അവർക്ക് അത്രയും മാനസികമായ കെട്ടുറപ്പുണ്ട്. ഖുർആൻ പറയുന്നു, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. അല്ലാഹുവേ, നീ നിഷ്കളങ്കത നൽകിയിരിക്കുന്ന നിന്റെ ദാസന്മാരൊഴികെ. ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ തൗഹീദിൽ നിഷ്കളങ്കതയുണ്ടോ, ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇബാദത്തിൽ നിഷ്കളങ്കതയുണ്ടോ, ഏതൊരു മനുഷ്യന്റെ ഇസ്ലാമിൽ നിഷ്കളങ്കതയുണ്ടോ, അങ്ങനെയുള്ള മനുഷ്യന് ഒരിക്കലും പിശാചിന് വഴികെടുത്താൻ കഴിയില്ല എന്ന് പിശാച് തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ സുഹൃത്തുക്കൾ പ്രവർത്തിക്കുന്നു, അതിന്റെ കൂട്ടത്തിൽ തന്നെ തിന്മകളും അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. എന്തുകൊണ്ടാണ് ആ പ്രവർത്തിക്കുന്ന ഇബാദത്തുകളിൽ, സുഹൃത്തുക്കളിൽ ഇഖ്ലാസ്, നിഷ്കളങ്കതയില്ല എന്നതാണ്. കളങ്കമറ്റ ഇബാദത്തുകൾ മാത്രമേ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ദീനിന്റെ അടിസ്ഥാനമായി ഇഖ്ലാസിനെ, നിഷ്കളങ്കതയെ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, മൻ സല്ലാ യുറാഇ ഫഖദ് അശ്റക. ആരെങ്കിലും ജനങ്ങളുടെ അടുക്കൽ സ്റ്റാറാകാൻ വേണ്ടി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ കൂട്ടത്തിൽ പങ്കുചേർത്തവനാണ്. ഒമൻ തസദ്ദഖ യുറാഇ ഫഖദ് അശ്റക. ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ദാനധർമ്മങ്ങൾ
സാധുര സേവന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു അവൻ ശ്രദ്ധ ചെയ്തവനാണ്. ഏതൊരാള് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നോമ്പുകാരനായോ അവൻ അള്ളാന്റെ കൂട്ടത്തിൽ പങ്കുവെച്ചവനാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടി അവൻ ഇബാദത്തുകൾ പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോയി. അങ്ങനെയുള്ള ആൾക്കാർ ഒരു ഭാഗത്ത് സുഹൃത്തുക്കളുടെ വലിയ പ്രതീകങ്ങളായിരിക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ പിശാചിനെ അവന്റെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തി തിന്മയിലേക്ക് ആനയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ നേടിയെടുക്കേണ്ടുന്ന വളരെ ബൃഹത്തായ ഒരു ഗുണമാണ് ഇഖ്ലാസ്, നിഷ്കളങ്കത എന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, സലാത്തുൻ ലാ യഖില്ലു അലൈഹിന്ന ഖൽബു മുർഇൻ മുസ്ലിമീൻ അൽ ഇഖ്ലാസു ലില്ലാഹ് വൻ നസീഹത്തു ലി അയിമ്മത്തിൽ മുസ്ലിമീൻ വലുസൂമു ജമാഅതിഹിം വദഅവതുഹും തുഹീതു മിൻ വറാഇഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, 3 ഗുണങ്ങൾ നിന്നിലുണ്ട് എങ്കിൽ നിന്റെ ഹൃദയം മറ്റുള്ളവരിൽ നിന്ന്, പകയിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, മറ്റുള്ളവരെ വഞ്ചിക്കണം എന്ന മനോഭാവത്തിൽ നിന്നും പരിശുദ്ധമായിരിക്കും. ഇന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് പക, വിദ്വേഷം. മറ്റുള്ളവരെ എങ്ങനെയും ചതിച്ചും മറ്റുള്ളവരെ എങ്ങനെയും തകർത്തും തനിക്കൊരു സ്ഥാനമുണ്ടാക്കിയെടുക്കും. ഈ ദുർഗുണം ഹൃദയത്തിൽ നിന്ന് മാറണമെങ്കിൽ 3 കാര്യങ്ങൾ അനിവാര്യമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഒന്ന്, അൽ ഇഖ്ലാസു ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിഷ്കളങ്കമായി എല്ലാ ഇബാദത്തുകളും പ്രവർത്തിക്കണം. 2, വൻ നസീഹത്തു ലി അയിമ്മത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ നേതൃത്വങ്ങളുണ്ട്, നേതൃനിരയോട് നാം ഗുണകാംക്ഷയുള്ളവരായിരിക്കണം. അവരുടെ ദീനിക വിഷയങ്ങളിൽ നമ്മൾ സഹായികളായിരിക്കണം. അവർക്ക് എന്തെങ്കിലും പാളിച്ചകളോ പാകപ്പിഴവുകളോ സംഭവിച്ചു കഴിഞ്ഞാൽ ഗുണകാംക്ഷകന്റെ രൂപത്തിൽ അവരോട് കാര്യങ്ങൾ സമർപ്പിക്കണം. 3, വലുസൂമു ജമാഅതിഹി, എപ്പോഴും ഒറ്റപ്പെട്ട് വേർതിരിഞ്ഞു നിൽക്കാതെ മുസ്ലിമീങ്ങളുടെ സംഘത്തിനെ മുറുകെ പിടിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നബി തങ്ങൾ പറയുകയുണ്ടായി, തുഹീതു ദഅവാതുഹും മിൻ വറാഇഹി, അവരുടെ കൂട്ടത്തിൽ അവർ പ്രൈവറ്റായി ചെയ്യുന്ന ദുആകളിലൊക്കെ നമ്മൾ പങ്കുകാരായി തീരും. ഈ 3 ഗുണങ്ങളിൽ ആദ്യം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഇഖ്ലാസിനെ കുറിച്ചാണ്, നിഷ്കളങ്കതയെ കുറിച്ചാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരിക്കൽ പറയുകയുണ്ടായി, ഇന്നമാ യൻസുറുല്ലാഹു ഹാദിഹിൽ ഉമ്മ ബിദഈഫിഹാ ബിദഅവാതിഹിം വസലവാതിഹിം വഇഖ്ലാസിഹിം. തീർച്ചയായും അല്ലാഹു ഈ സമുദായത്തിനെ സഹായിക്കുന്നത് അവരിലെ ബലഹീനത കൊണ്ടാണ്. ബലഹീനരായ ആൾക്കാർ നമ്മൾ അവഗണനയോടെ, പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. വീട്ടിൽ എന്തെങ്കിലും ശാരീരികമായി വൈകല്യമുള്ളയാളാണ് എങ്കിൽ അവനെ അവമതിപ്പോടുകൂടിയായിരിക്കും നമ്മൾ കാണുന്നത്. കുടുംബത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ആൾക്കാരാണ് എങ്കിൽ അയാൾ ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വീട്ടിലുള്ള ഈ ബലഹീനൻ, കുടുംബത്തിലുള്ള ഈ ബലഹീനൻ, നാട്ടിലുള്ള ഈ ബലഹീനൻ, ഈ ബലഹീനരെ കൊണ്ടാണ് അല്ലാഹു ഈ സമുദായത്തിനെ മൊത്തത്തിൽ സഹായിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ആ ബലഹീനരായ ആൾക്കാരുടെ ദുആയിലൂടെ, അവരുടെ നമസ്കാരത്തിലൂടെ, അവരുടെ നിഷ്കളങ്കമായ ഇബാദത്തിലൂടെ. ഈ ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഇഖ്ലാസിനെ, നിഷ്കളങ്കതയെ പ്രത്യേകമായി എടുത്തു പരാമർശിച്ചിരിക്കുകയാണ്. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. ദീനിൽ നിഷ്കളങ്കമായിട്ട് ഇബാദത്തെടുക്കാൻ വേണ്ടിയല്ലാതെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം എല്ലാ ദീനിന്റെ അമലുകളും.
അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും വ്യക്തിയെയോ ഏതെങ്കിലും ശക്തിയെയോ ഏതെങ്കിലും വസ്തുവിനെയോ തൃപ്തിപ്പെടുത്താനോ അയാളിൽ നിന്നുള്ള സ്നേഹം കിട്ടാനോ ആകരുത്. എല്ലാ ഇബാദത്തുകളും അല്ലാഹു വേണ്ടിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹിജ്റ നിർബന്ധമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തുപോയി. ഉമ്മുൽ ഖൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയും മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തുപോയി. മക്കയിൽ താമസിച്ചിരുന്ന ഒരു സഹാബിക്ക് ആ സ്ത്രീയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടണമെന്ന ആഗ്രഹമുണ്ടായി. ഉമ്മു ഖൈസിനെ ഈ സഹാബിയാണ് എങ്കിൽ വിവാഹത്തിന്റെ സന്ദേശം അറിയിച്ചു, ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഉമ്മു ഖൈസ് പറഞ്ഞു, നീ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു വരികയാണ് എങ്കിൽ എന്നെ വിവാഹം ചെയ്യാം, അല്ലാതെ എന്നെ വിവാഹം ചെയ്തിട്ട് മക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, ഞാൻ മക്കയിലേക്ക് വരാൻ തയ്യാറുമാണ്. ഈ സഹാബി ഹിജ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന കാര്യമാണ്. ഒരു രാജ്യത്തിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്യുകയാണ്. ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യാനുള്ള അതിയായ മോഹത്തിലും താല്പര്യത്തിലും മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരം കിട്ടി. നബി തങ്ങൾ ആ സന്ദർഭത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ ഔ ഇലംറഅത്തിൻ ഫയതസവ്വജുഹാ. ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമലുകളുടെ പ്രതിഫലം നൽകപ്പെടുന്നത്. ഒരാൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കൂലി അങ്ങനെ തന്നെ കിട്ടും. ദുനിയാവിന്റെ മറ്റേതെങ്കിലും കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്താൽ അയാൾക്ക് ദുനിയാവ് കിട്ടും. ഇനി ആരെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹിജ്റത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ കഴിയും, എന്നാൽ ഹിജ്റയുടെ പേരിൽ ലഭ്യമാകേണ്ടുന്ന പ്രതിഫലവും പ്രയോജനവും ലഭിക്കുകയില്ല. ഓരോ ഇബാദത്തുകളിലും അല്ലാഹുവിന്റെ പ്രവാചകൻ ലില്ലാഹിയത്ത്, അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യണം എന്ന കാര്യം പ്രത്യേകം നിർദ്ദേശിക്കുകയുണ്ടായി. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ തന്റെ പേര് നിലനിൽക്കാനോ തന്റെ പ്രസിദ്ധിക്ക് വേണ്ടിയോ അല്ല, അല്ലാഹുവിന് വേണ്ടി സ്വർഗത്തിൽ നാളെ ഒരു ഭവനം അല്ലാഹു അതിന് പകരം തന്നു. വഅതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഇന്ന് ഹാജി എന്നറിയപ്പെടാൻ വേണ്ടി ഹജ്ജ് ചെയ്യുന്നവരുണ്ട്. അല്ലാഹു പറയുക, ഹജ്ജും ഉംറയും അല്ലാഹുവിന് വേണ്ടി ചെയ്യണം. ഇങ്ങനെ എല്ലാ ഇബാദത്തുകളും അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് ചെയ്യേണ്ടത്. പ്രവാചകൻ പറയുന്നു, ഖുർബാനിൽ മുഖ്ലിസീൻ ഉലൈക മസാബിഹുൽ ഹുദാ തൻജലി അൻഹും കുല്ലു ഫിത്നത്തിൽ വൽമാ. നിഷ്കളങ്കതയുള്ളവർക്ക് മംഗളങ്ങൾ നേരുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ. ഉലൈക മസാബിഹുൽ ഹുദാ, അവര് സന്മാർഗത്തിന്റെ കടാവിളക്കുകളാണ്. തൻജലി അൻഹും കുല്ലു ഫിത്നത്തിൽ വൽമാ, ധാരാളം ഇരുളേറിയ ഫിത്നകൾ കുഴപ്പങ്ങൾ അവരിലൂടെ ദൂരീകരിക്കപ്പെടും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അറിയിക്കുകയാണ്. ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി ചെയ്യുന്ന ദാനധർമ്മം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, സദഖത്തുസ് സിദ്ദി തുത്ഫി ഗളബ റബ്ബി. മനുഷ്യൻ രഹസ്യമായി ചെയ്യുന്ന ദാനധർമ്മം പേരും പ്രസിദ്ധിയും ഇല്ലാതെ ആവശ്യക്കാരെ മനസ്സിലാക്കി അവരുടെ വീടുകളിൽ പോയി അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ദേശീയത്തിനെ അയാൾ കെടുത്തിക്കളയുകയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുല്ലാഹ് രഹസ്യമായി ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നയാളായിരുന്നു. അദ്ദേഹത്തിന്റെ ഹദീസിന്റെ ദർസിൽ സ്ഥിരമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു യുവാവ്.
ആ യുവാവ് ഒരു ദിവസം തടയപ്പെട്ടു. എന്തിന്റെ പേരിലാണ്? 10,000 ദീനാർ ഒരാൾക്ക് കടമായി കൊടുക്കാറുണ്ടായിരുന്നു. ആ കടക്കാരന്റെ കടത്തിന്റെ കാലാവധി കഴിഞ്ഞു. അയാളോട് കടം ആവശ്യപ്പെട്ടു. അയാൾക്ക് കൊടുക്കാൻ നിവർത്തിയ നിർവാഹവുമില്ല. ഈ കടം കിട്ടേണ്ടുന്നയാൾ അയാളെ തടവറയിലാക്കി. മുബാറക് റഹിമഹുല്ലാഹ് നോക്കുമ്പോൾ തന്റെ അടുക്കൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന യുവാവിനെ ഹദീസിന്റെ സബത്തിൽ കാണുന്നില്ല, പാഠത്തിൽ കാണുന്നില്ല. കൂട്ടുകാരോട് അന്വേഷിച്ചു, അദ്ദേഹം എവിടെ പോയി? കൂട്ടുകാർ പറഞ്ഞു അദ്ദേഹം 10,000 രൂപ കടം വാങ്ങി. കടം കിട്ടേണ്ടുന്നയാള് ചോദിച്ചു, കാലാവധി കഴിഞ്ഞു, അയാൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, അങ്ങനെ തടവറയിലാക്കിയിരിക്കുക. മുബാറക് റഹിമഹുല്ലാഹ് അപ്പോഴേ തന്നെ രഹസ്യമായ അയാളുടെ ഖജാൻജിയെ വിളിച്ചിട്ട് 10,000 രൂപ കൊടുത്തിട്ട് ആ കടം കിട്ടേണ്ടുന്നയാൾക്ക് കൊടുത്തിട്ട് അയാളെ തടവറയിൽ നിന്ന് മോചിപ്പിക്കാൻ നിർദ്ദേശിച്ചു. ആരാണ് ഈ പൈസ നൽകിയത് എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. ഖജാൻജി അബ്ദുല്ലാഹ് മുബാറക്കിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് 10,000 ദീനാറുമായി കടം കിട്ടേണ്ടുന്നയാൾ അടുക്കൽ ചെന്നു. അയാൾക്ക് ആ കടം കൊടുത്തു വീടി തടവറയിൽ നിന്ന് യുവാവിനെ മോചിപ്പിച്ചു. പിറ്റേ ദിവസം അദ്ദേഹം ഹദീസിന്റെ പാഠത്തിൽ വന്നപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് ചോദിച്ചു, കഴിഞ്ഞ ദിവസം എവിടെ പോയിരുന്നു? അത് 10,000 രൂപ ഞാൻ കടം വാങ്ങി, കൊടുക്കാൻ കഴിഞ്ഞില്ല, അയാളിനെ തടവറയിലാക്കി. ഏതോ ഒരാള് രഹസ്യമായ അയാൾക്ക് ആ 10,000 ദീനാർ സ്വർണ്ണ നാണയം കടമായി കടം വീട്ടി, എന്നിട്ട് ആളെ പറയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ തടവറയിൽ നിന്ന് തന്നെ മോചിപ്പിച്ചു. ആ യുവാവ് മരണം വരെയും, തർത്താസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, മരണം വരെയും ഈ കാര്യം അറിഞ്ഞില്ല. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് തന്നെ തടവറയിൽ നിന്ന് 10,000 സ്വർണ്ണ നാണയങ്ങൾ നൽകി മോചിച്ചത് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്കാണ് എന്ന് അറിയുന്നത്. ഇങ്ങനെ രഹസ്യമായി അമലുകൾ ചെയ്യുന്ന ആൾക്കാർ, ആരടുക്കലും പേരും പ്രസിദ്ധിയുമില്ലാതെ സുന്നത്തായ നമസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നത്, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുന്നത്, നോമ്പ് അധികരിപ്പിക്കുന്നത്, ഇതിലൂടെ പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പിശാച് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ ഇന്നകും ലദായിഖുൽ അദാബിൽ അലീം വമാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ ഉലൈക ലഹും റിസ്ഖും മഅലൂം فواكه وهم مكرمون في جنات النعيم على سرر متقابلين يطاف عليهم بكأس من معين بيضاء لذة للشاربين لا فيها غول ولا هم عنها ينزفون وعندهم قاصرات الطرف عين كأنهن بيض مكنون وقال الله عليه إنكم لذائقوا العذاب الأليم തീർച്ചയായും നിങ്ങളെല്ലാവരും വേദനാജനകമായ ശിക്ഷ രുചിക്കേണ്ടി വരും. وما تجزون إلا ما كنتم تعملون നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമല്ലാതെ നിങ്ങൾക്ക് ആസ്വദിപ്പിക്കപ്പെടില്ല. നന്മയാണ് പ്രവർത്തിച്ചതെങ്കിൽ അതിന്റെ തിക്തഫലം, തിന്മയാണ് പ്രവർത്തിച്ചത് എങ്കിൽ അതിന്റെ കെടുതി. എന്നിട്ട് അല്ലാഹു ശേഷം പറയാ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ നിഷ്കളങ്കത നൽകപ്പെട്ട അല്ലാഹുവിന്റെ ദാസന്മാരൊഴികെ. ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്തവർ മാത്രമേ ശിക്ഷയിൽ നിന്ന്, പാരത്രികമായ കെടുതികളിൽ നിന്ന് മോചനം നേടുകയുള്ളൂ എന്ന് ഖുർആൻ പറയുന്നു. ഉലൈക ലഹും റിസ്ഖും മഅലൂം
അവർക്ക് അറിയപ്പെട്ട ഉപജീവനം അവിടെ ഉണ്ടായിരിക്കും. എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും അവിടെ ഉണ്ടായിരിക്കും. അത്യുന്നതമായ സൗഭാഗ്യമുള്ള സ്വർഗീയ ആരാമങ്ങളിൽ അവരെ ആദരണീയരായിരിക്കും. അവരാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമുഖമായിരുന്നു കൊണ്ട് കാര്യങ്ങൾ പറയും. യുഖാഫു അലൈഹിം ബികഅസിൻ മിൻ മഈൻ ബൈളാ ലദ്ദത്തിൽ ലിസ്സാരിബീൻ. കുടിക്കാൻ ആസ്വാദകരമായ വെളുത്ത നിറത്തിലുള്ള ഉറവജലങ്ങളുടെ കോപ്പകളുമായി അവരുടെ അടുക്കൽ ചുറ്റി സഞ്ചരിക്കുന്നതാണ്. ആ കോപ്പയിൽ നിന്നുള്ള രസകരമായ ഇമ്പമാർന്ന പാനീയങ്ങൾ അവർ കുടിക്കുന്നതാണ്. കണ്ണുകൾ വിശാലമായ കണ്ണ് നിയന്ത്രിക്കുന്ന കരളികൾ ആ സ്വർഗത്തിൽ അവർക്കുണ്ടായിരിക്കും. സൂക്ഷിക്കപ്പെട്ട മുട്ടകളെ പോലെയായിരിക്കും അവര്. മുട്ടകളെ കൂട്ടിയിടുമ്പോൾ ഒരു പ്രത്യേകമായ ആനന്ദവും നിറവും നമ്മൾ കാണുന്നത് പോലെ അവരുടെ മുഖത്തിന് പ്രത്യേകമായ ഒരു സൗന്ദര്യമായിരിക്കും എന്ന് ഖുർആൻ പറയും. ഇതാർക്കാ കിട്ടുന്നത്? ഇഖ്ലാസുള്ളവർക്കാണ്. നിഷ്കളങ്കമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യും. മൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. മൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, ഏതൊരാള് തന്റെ രക്ഷിതാവുമായി കൂടിക്കാഴ്ചയെ ആഗ്രഹിക്കുന്നു, ദുനിയാവിൽ അയാൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. അവന്റെ ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഒരാളെയും പങ്കു ചേർക്കരുത്. ജനങ്ങളുടെ അടുക്കൽ സ്ഥാനം കിട്ടാൻ വേണ്ടി, ജനങ്ങളുടെ അടുക്കൽ അംഗീകാരം കിട്ടാൻ വേണ്ടി, ജനങ്ങളുടെ അടുക്കൽ പ്രസിദ്ധി ആർജിക്കാൻ വേണ്ടി ഒരു അമലുകളും ചെയ്യാതിരുന്നു കൊള്ളട്ടെ. فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. നിഷ്കളങ്കമായ ഇബാദത്ത് നാം ചെയ്തു കഴിഞ്ഞാൽ പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് തൗഹീദിൽ ഇഖ്ലാസ് വേണം. കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ തൗഹീദ് ഹൃദയത്തിൽ സ്ഥാപിക്കണം. നമ്മുടെ ജീവിതത്തിൽ ധാരാളം അമലുകൾ നാം വലിച്ചു കൂട്ടി വെക്കുമ്പോ അതിൽ ഇഖ്ലാസ് വേണം. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, എല്ലാ ഇബാദത്തുകളിലും ഇഖ്ലാസ് വേണം, നിഷ്കളങ്കത. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നന്മയുണ്ടാകും, മറുഭാഗത്ത് തിന്മയും ഉണ്ടാവും. ഒരാളുടെ കയ്യിൽ സഞ്ചിയുണ്ട്, ആ സഞ്ചിയിൽ ഡോളറുണ്ട്, ദർഹമുണ്ട്, ദീനാറുണ്ട്, കറൻസിയുടെ നോട്ടുണ്ട്. ആ സഞ്ചിയുടെ അടിഭാഗം ദൂരമുള്ളതാണ് എങ്കിൽ ഈ സഞ്ചിയിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഡോളറുകൾ ആ ദൂരത്തിലൂടെ ചോർന്നു പോകും. ദീനാറുകളും ദർഹമുകളും കറൻസികളും റിംഗറ്റുകളും ആ ദൂരത്തിലൂടെ ചോർന്നു പോകും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇഖ്ലാസ് ഇല്ല എങ്കിൽ, ഈ നിഷ്കളങ്കയില്ലായ്മ നമ്മുടെ വലിയ വലിയ ഇബാദത്തുകളെ ചോർത്തിക്കളയും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, നാളെ സ്വർഗ്ഗം ആദ്യമായി ആർക്കാ നൽകപ്പെടുന്നത്? ഒരു ശഹീദിനാണ്, ഒരു ദാനധർമ്മം ചെയ്യുന്നയാൾക്ക്, ഒരു പണ്ഡിതനാണ്. എന്തുകൊണ്ടാണ് ആ പണ്ഡിതൻ തന്റെ പാണ്ഡിത്യം ഉപയോഗിച്ചുകൊണ്ട് ദുനിയാവിൽ വലിയ വലിയ സ്ഥാനമാനങ്ങളെ ആഗ്രഹിക്കുന്നത്? അവരുടെ പാണ്ഡിത്യം കൊണ്ട് ദുനിയാവിൽ അല്ലാഹു അംഗീകാരവും മഹത്വം നൽകുന്ന മറ്റൊരു കാര്യം, ആ പാണ്ഡിത്യത്തിലൂടെ അദ്ദേഹം ദുനിയാവിൽ നിന്ന് സ്ഥാനമാനം ആഗ്രഹിച്ചു. ഞാൻ വലിയ സ്റ്റാർ ആകണം, ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധി ആർജിക്കണം, ജനങ്ങളൊക്കെ എന്നെ പ്രശംസിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പണ്ഡിതനായി എങ്കിൽ ആ പണ്ഡിതൻ നരകത്തിലേക്ക്.
ഷഹീദ് രക്തസാക്ഷി എത്രയോ ഉയർന്ന ത്യാഗവാസി. പക്ഷെ അയാൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിച്ചത് എങ്കിൽ നാളെ അയാൾ നരകത്തിലായിരിക്കും. ദാനധർമ്മങ്ങൾ ചെയ്തു ധാരാളം പേർക്ക് അയാൾ ചെയ്ത ദാനധർമ്മത്തിലൂടെ പ്രയോജനം കിട്ടി. പക്ഷേ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് എങ്കിൽ അയാൾ നാളെ നരകത്തിലായിരിക്കും. കാക്കുമാർ. അതുകൊണ്ട് ഇഖ്ലാസ്, നിഷ്കളങ്കമായ തൗഹീദ്, നിഷ്കളങ്കമായ ഇബാദത്ത്, നിഷ്കളങ്കമായ കർമ്മങ്ങൾ നാം ഓരോരുത്തരും ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കണം. അതിലൂടെ പൈശാചികമായ ദുർപ്രേരണകളിൽ നിന്നും ഹൃദയത്തിനും ജീവിതത്തിനും മുക്തമാകാൻ കഴിയും. സർവശക്തനായ അല്ലാഹു ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.